ശ്രീകണ്ഠപുരം ടൗൺ വെള്ളക്കെട്ടിലായതിൽ ആശങ്കയിലായി വ്യാപാരികൾ. വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ പ്രത്യേക പാക്കേജ് കഴിഞ്ഞ പ്രളയസമയത്തും വ്യാപാരികൾ മുന്നോട്ട് വെച്ചെങ്കിലും നടപ്പിലായില്ല. വ്യാപാരികൾക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് വെള്ളക്കെട്ട്. ശ്രീകണ്ഠപുരം പട്ടണത്തിൽ 700ഓളം വ്യാപാരികളാണ് കച്ചവടം ചെയ്ത് ഉപജീവനം നടത്തുന്നത്. കലിതുള്ളിയ കാലവർഷത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് വ്യാപാരി മേഖല. 2018-ലും 19-ലും പ്രളയത്തിൽ മുങ്ങിയ ശ്രീകണ്ഠപുരം വീണ്ടും പുഴയായി മാറിയിരിക്കുകയാണ്. പുഴയോട് ചേർന്നാണ് ശ്രീകണ്ഠപുരത്തെ വ്യാപാര കേന്ദ്രങ്ങളും. പുഴയിലെ മണൽ നീക്കം ചെയ്യാത്തതാണ് ശ്രീകണ്ഠപുരം ടൗണിൽ വെള്ളം കയറാൻ പ്രധാന കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. ശനിയാഴ്ച രാത്രി നിരവധി കടകളിൽ വെള്ളം കയറി, സാധനങ്ങൾ നശിച്ചു. വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതും. ദുരിതപുരം എന്നാക്കേണ്ട ഒരു സവിശേഷതയിലാണ് നമ്മളുള്ളത്. പല പ്രാവശ്യം പല തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ശ്രീകണ്ഠപുരത്ത് വെള്ളപ്പൊക്കത്തിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ പുഴയിലുള്ള മണലുകൾ അടിഞ്ഞുകൂടിയതാണ്. അത് നീക്കം ചെയ്താൽ തന്നെ ഈ ടൗൺ പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. വ്യാപാരികൾക്കായി പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. ഓരോ വർഷവും കാലവർഷം എത്തുമ്പോൾ ചെറുകിട വ്യാപാരികളുടെ നെഞ്ചിൽ തീയാണ്. അധികൃതർ കണ്ണു തുറക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.